വി ശിവദാസൻ എം പി കൂടി നമുക്ക് വിചാരിച്ചു. ശ്രീ ശിവദാസൻ എം പി, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ളത് തന്നെയായിരുന്നു പ്രക്ഷോഭകാരികളുടെ പ്രധാന ആവശ്യം. പക്ഷേ ഇപ്പോഴും യഥാർത്ഥ പ്രശ്നങ്ങളിൽ NTA അത് പിരിച്ചുവിടപ്പെട്ടിട്ടില്ല. ഇന്നലെ കണ്ണിൽ പൊടിയിടുന്നത് പോലെ 47 പിരിച്ചുവിട്ടെന്ന് മാത്രമാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. NTA എന്ന് പറയുന്ന സംവിധാനം ആവശ്യമില്ല, സംസ്ഥാനങ്ങൾ നടത്തുന്ന പരീക്ഷ തന്നെ നടത്തട്ടെ എന്നുള്ള നിലപാട് പല സംസ്ഥാനങ്ങളും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രക്ഷോഭം ഇവിടെ അവസാനിക്കുന്നില്ലെന്ന് നേരത്തെ SFI വ്യക്തമാക്കി. എന്താണ് ഈ പ്രക്ഷോഭത്തിന്റെ മുന്നോട്ടുള്ള ഒരു പോക്ക്? പ്രതിപക്ഷം ഇനി എന്താണ് നിലപാടെടുക്കാൻ പോകുന്നത്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ വിദ്യാർത്ഥി സമരങ്ങളിൽ തിളങ്ങുന്ന ഒരു അധ്യായമായി ഈ സമരത്തെ മാറ്റിയിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ RSS വൽക്കരണത്തിന്റെ ശ്രമങ്ങൾ ഭീകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. RSSന്റെ അജണ്ടയാണ് വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ തരത്തിലുള്ള എല്ലാവിധ ഡൈവേഴ്സിഫിക്കേഷനും ഇല്ലാതാക്കിക്കൊണ്ട് യൂണിയൻ ഗവൺമെന്റിന് നേരിട്ട് കീഴിലുള്ള ഒരു ടെസ്റ്റിംഗ് ഏജൻസി എന്നുള്ളത്. ആ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്ന് 47 ആളുകളെ പിരിച്ചുവിട്ടുവെന്നാണ് പത്രവാർത്ത. പിരിച്ചുവിടാൻ 47 സ്ഥിര ജീവനക്കാർ പോയിട്ട് ഒരു സ്ഥിര ജീവനക്കാരൻ പോലും അവിടെ ഇല്ല. അവിടെ ഉള്ളത് മുഴുവൻ ഡെപ്യൂട്ടേഷനിലുള്ളവരും കൂടാതെ ഔട്ട്സോഴ്സിംഗിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരുമാണ്. ഔട്ട്സോഴ്സിംഗിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവര് സർക്കാരിന്റെ ജീവനക്കാരല്ല. അവിടെ പിരിച്ചുവിട്ടു എന്ന് പറയപ്പെടുന്ന ഒരാളും തന്നെ ഡെപ്യൂട്ടേഷനിലുള്ള ഒരാളും തന്നെ പിരിച്ചുവിടാൻ ആ വകുപ്പിൽ നിന്ന് പിരിച്ചുവിടപ്പെടുന്നില്ല. അവർ സ്വയം ഡിപ്പാർട്ട്മെന്റിലേക്ക്, അവരുടെ പാരന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾ വരികയാണ് ചെയ്യുക. അപ്പം ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് മോദിയുടെ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്ത് തന്നെയായാലും വിദ്യാർത്ഥികളുടെ സമരം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തിരിക്കുകയാണ്. തീർച്ചയായും ഈ സമര വിജയത്തിന്റെ തുടർച്ചയിൽ നമുക്ക് വിദ്യാർത്ഥികൾക്ക് NTA ഉൾപ്പെടെ ഡിസോൾവ് ചെയ്യുക, പിരിച്ചുവിടുക, എന്നിട്ട് ഫെഡറൽ സർക്കാരിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ള മുദ്രാവാക്യം കൂടുതൽ പ്രസക്തമായിരിക്കുന്നു എന്നുള്ളതാണ്. ആ മുദ്രാവാക്യവുമായി വിദ്യാർത്ഥികളെല്ലാം യോജിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് ഭാവിയിലും ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതിനനുസരിച്ച് ഇന്ത്യൻ രാഷ്ട്രീയം മുന്നോട്ട് പോകുമെന്നും പ്രതീക്ഷിക്കുന്നു. അത് തന്നെയാണ് ശ്രീ ശിവദാസൻ. ഒരുപക്ഷെ വരുംകാല സമരങ്ങൾക്ക് ഒരു വലിയ ഊർജം പകരുന്നതാണ് ഈ പ്രക്ഷോഭം. രാജ്യത്തെ ജൻസികൾ അരാഷ്ട്രീയവാദികളാണെന്നുള്ള വാദം BJP അടക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർ കൊണ്ടുവന്ന ഈ സമരം അതിന് വലിയ ജനകീയ പിന്തുണ ലഭിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളുണ്ട് പ്രതിപക്ഷത്തിന്, ഇടതുപക്ഷത്തിന് ഈ മോദി ഭരണത്തിനെ തൂത്തെറിയാൻ കഴിയും. തീർച്ചയായും മോദി ഭരണത്തിനെതിരായിട്ടുള്ള ജനകീയ സമരം എല്ലാ മേഖലകളിൽ നിന്നും ഉയർന്നു വരികയാണ്. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ഉയർന്നു വന്നിട്ടുള്ള ബഹുജന സമരം മോദിയുടെ, അമിത്ഷായുടെ, RSSന്റെ, BJPയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കടുത്ത നിലയിലുള്ള സമരമാണ്. ആ സമരം ഇന്നല്ലെങ്കിൽ നാളെ അതിഗംഭീരമായിട്ടുള്ളൊരു വിജയം നേടുമെന്നുള്ളത് തന്നെയാണ് നമ്മെ ഈ സമര വിജയം ഓർമ്മപ്പെടുത്തുന്നത്.